ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും പോള റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള പോള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റ് പോള എന്നായിരിക്കുമല്ലോ എല്ലാവരും ഫസ്റ്റ് പറയാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് പോള, അതായത് നല്ല പെർഫെക്ഷനോട് കൂടി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്യാരറ്റ് പോളയ്ക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ക്യാരറ്റാണല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 600 ഗ്രാം ക്യാരറ്റ് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ വേവ് എന്ന് പറയുന്നത് നല്ലപോലെ വേവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കാണിച്ചിരുമ്പോൾ മനസ്സിലാവല്ലോ, നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ വേവാണ്, എങ്കിലേ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു പോള ഉണ്ടാക്കുന്നത് 5 മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ക്യാരറ്റ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ക്യാരറ്റ് പോലെ പല രീതിക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബാക്കിയുള്ള ഇത് ക്യാരറ്റ് പോലെയൊക്കെ ഞാൻ പിന്നീടായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ക്യാരറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 600 ഗ്രാം ക്യാരറ്റിന് 5 മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് മുട്ടയുടെ അളവിൽ വ്യത്യാസം വരെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ തന്നെയാണ് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കുരു മാത്രം താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒന്നും കാണാനുണ്ടാവില്ല കേട്ടോ, നല്ല ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാൽപ്പൊടി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണ്. പക്ഷേ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണാലും മതി, കുഴപ്പമൊന്നുമില്ല. അടുത്തത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 മുട്ട എടുത്തത് കൊണ്ട് 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ പൊതുവെ ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിനാണ് മധുരം ചേർക്കാറ് പോളയുടെ കേസിൽ. അപ്പോൾ നല്ല പെർഫെക്റ്റ് മധുരമായിട്ടാണ് എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓവർ മധുരം ക്യാരറ്റ് പോളയിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കരുതേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും പാടില്ല കേട്ടോ. ക്യാരറ്റിൻ്റെ നല്ല രീതിക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അരിഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മുടെ ക്യാരറ്റ് മുളയുടെ മിക്സ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ക്യാരറ്റ് പോള ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ RKG അല്ലെങ്കിൽ മിൽമയുടെ ഏത് ടൈപ്പ് നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുക, ഏത് ടൈപ്പ് പോള നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് നെയ്യിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് വേറെ ലെവൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പകരം ഓയിൽ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് എത്രയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചുള്ള കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാഷ്യൂ ഒക്കെ റോസ്റ്റ് ആയതിനു ശേഷം ആ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം ഉള്ളതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ നമ്മുടെ നേരത്തെ ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് പോള. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. മുകൾ ഭാഗം ആറുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറച്ചൊന്ന് ആറി വരുന്ന സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനെ അടച്ച് വെച്ച് കൊടുക്കുക.
ഇപ്പോൾ ഏതാണ്ട് ഒരു 7 മിനിറ്റ് ആയ സമയത്താണ് കേട്ടോ എൻ്റെത് ഈ ഒരു പോളയുടെ മുകൾ ഭാഗം കുറച്ചൊന്ന് ആറി വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടിയിൽ പോവാതിരിക്കണം കേട്ടോ. അതിനാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ മിക്സ് ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ ഈ കാഷ്യൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു മിക്സിൻ്റെ അടിയിൽ പോയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ആറിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല മൊഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നല്ലപോലെ കുക്കാവുന്നവർ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഏതാണ്ട് ചുരുങ്ങി അതൊരു 20 മിനിറ്റ് എന്തായാലും നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എങ്കിലേ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ, നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാരറ്റ് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അടി കരിയും പെട്ടെന്ന്. മധുരമൊക്കെ കുറച്ചൊന്ന് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ അടി കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ല നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഏതാണ്ട് ഒരു പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പോള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കത്തിയിൽ ഒട്ടും പറ്റി പിടിക്കില്ല കേട്ടോ. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടും ഒന്നുമില്ല. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. പോളകൾ കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള നല്ലപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പോൾ ക്യാരറ്റ് പോളയൊക്കെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പലർക്കും ഇതൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്